നമസ്കാരം. സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള എസ് യു വികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോൺ, അതുമാത്രമല്ല വെന്യൂ, സോണറ്റ്, ഈവൻ സിറോസ് പോലെയുള്ള വാഹനങ്ങൾ, 3XO പോലെയുള്ള വാഹനങ്ങളൊക്കെ മാക്സിമം GST ബെനിഫിറ്റ് നേടിയപ്പോൾ മാരുതി സുസുക്കിയുടെ ബ്രസ എന്ന് പറയുന്ന വാഹനം മാത്രം കാര്യമായ GST ബെനിഫിറ്റ് നേടിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ലെങ്ത്ത് 4 മീറ്ററിന് താഴത്തേക്കാണ്. പക്ഷേ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 ലിറ്ററാണ്. അതായത് 1500 CC ആയി മാറി. പെട്രോൾ വാഹനമാണ്. അത് 1200 താഴെ ആയിരുന്നെങ്കിൽ ഈ ബെനിഫിറ്റ് ഈ വാഹനത്തിന് ലഭിച്ചേനെ. ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് GSTയുടെ കാര്യമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഈ ഒരു വാഹനത്തിന് ലഭിച്ചേനെ. തീർച്ചയായിട്ടും 1500 CCക്കുള്ളിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് കാര്യമായ GST ബെനിഫിറ്റ് ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം ഈ ഒരു വാഹനത്തിനും വന്നിട്ടുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 സ്റ്റാർ റേറ്റിങ്ങോടുകൂടി വരുന്ന, സേഫ്റ്റി റേറ്റിങ്ങോടുകൂടി വരുന്ന, മികച്ച വിസിബിലിറ്റി നൽകുന്ന, വളരെ നല്ല ബിൽ ക്വാളിറ്റിയുള്ള, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനുമായിട്ട് വരുന്ന മാരുതി സുസുക്കിയുടെ ബ്രസയ്ക്ക് പുതിയ GST പ്രകാരം എത്രത്തോളം ബെനിഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് വാഹനം വാങ്ങുന്ന സമയത്ത് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാരുതി സുസുക്കി ബ്രസ മാനുവൽ ട്രാൻസ്മിഷൻ, ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതാണ് എടുത്തു പറയേണ്ടത്. ആ ഒരു വേർഷന് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറുണ്ട്, എന്നാൽ മാനുവലിന് അതില്ല എന്നുള്ളതാണ്. 19.8 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത്. 1462 CC 4 സിലിണ്ടർ എഞ്ചിനാണ്. 101 bhp, കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 101.64 bhp, 6000 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. 136.8 Nm ടോർക്ക്, അത് 4400 RPMൽ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു വാഹനത്തിന് എത്രത്തോളം GST ബെനിഫിറ്റ് ലഭിക്കും എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ GST ബെനിഫിറ്റ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാര്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. LXi എന്ന് പറയുന്ന അടിസ്ഥാന വേരിയൻറ്റിന് 8,69,000 രൂപയായിരുന്നു. ഇപ്പോൾ പുതിയ GST പ്രകാരം വെറും 43,000 രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് വന്നിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ്. അത് 8,26,000 രൂപ എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട്. ബ്രസയുടെ VXi മികച്ച ഒരു വേരിയൻ്റാണ്. 9,75,000 ആയിരുന്നു ആദ്യത്തെ, അതായത് GST പ്രകാരമുള്ള ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ 49,000 രൂപ കുറഞ്ഞ് 9,26,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ബ്രസയുടെ ZXi എന്ന് പറയുന്ന വേരിയൻറ്റിന് 11,26,000 ആയിരുന്നു ആദ്യത്തെ GST പ്രൈസ്, GST ഉൾപ്പെടെയുള്ള എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ അത് 86,000 രൂപ കുറഞ്ഞ് 10,40,000 ആയി മാറിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രസയുടെ LXi ആണെന്നുണ്ടെങ്കിലും VXi ആണെന്നുണ്ടെങ്കിലും ഈ വാഹനം, ഈ രണ്ട് വേരിയൻറ്റിനും TCS ഇല്ല എന്നുള്ളതാണ്. മുമ്പും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അതായത് കാര്യമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഈ രണ്ട് വേരിയൻറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. ബ്രസയുടെ ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ 12,58,000 ആയിരുന്നു ആദ്യത്തെ പ്രൈസെങ്കിൽ ഇപ്പോൾ പുതിയ GST പ്രകാരം 1,07,000 രൂപ. വുഡ് യു ബിലീവ്? 1,07,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. 11,51,000 രൂപയായിട്ട് മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പഴയ GST പ്രകാരം ബ്രസയുടെ ZXiക്ക് തന്നെ 11,26,000 രൂപയായിരുന്നു എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ ബ്രസയുടെ ZXi പ്ലസിന് പുതിയ GST പ്രകാരം 11,51,000 രൂപയായിട്ട് മാറി. ഏറ്റവും കൂടുതൽ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ GST ബെനിഫിറ്റ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വേരിയൻറ്റിനാണ്. ഇനി ബ്രസയുടെ ഓട്ടോമാറ്റിക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഓട്ടോമാറ്റിക്. ഇത് AGS അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും അറിയാൻ പാടില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇവിടെ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറാണ്. അതുകൊണ്ട് കുറച്ച് മൈലേജ് എൻഹാൻസ് ചെയ്യും എന്നൊരു വിശ്വാസമുണ്ട്. ബ്രസയുടെ VXi ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതിന് മുൻപ് 11,15,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 55,000 രൂപയുടെ കിഴിവ് വന്നിട്ടുണ്ട്. 10,60,000 രൂപ എന്നുള്ള രീതിക്ക് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് മാറിയിട്ടുണ്ട്. ബ്രസയുടെ ZXi ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് 12,66,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 91,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ 11,75,000 വന്നിട്ടുണ്ട്. ബ്രസയുടെ ZXi പ്ലസ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇതെല്ലാം 13,98,000 ആയിരുന്നു നേരത്തെ പ്രൈസ്, അതായത് മുൻപത്തെ GST പ്രകാരം. ഇപ്പോൾ പുതിയ GST പ്രകാരം 12,86,000 ആയി മാറിക്കഴിഞ്ഞു. വുഡ് യു ബിലീവ്? എടുത്തു പറയേണ്ട ഒരു കാര്യം, 1,12,000 രൂപയുടെ ഒരു ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ ZXi പ്ലസിന് 1,07,000 രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ZXA പ്ലസിന് 1,12,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ CNG ട്രാൻസ്മിഷൻ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. LXI CNGക്ക് പണ്ട് 9,64,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 47,000 രൂപ ഡിഫറൻസ് വന്നിട്ട് 9,17,000 വന്നിട്ടുണ്ട്. അതുമാത്രമല്ല VXI CNGക്ക് 10,70 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 53,000 കുറഞ്ഞ് 10,17,000 മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല ടോപ്പ് എൻഡ് CNG മോഡൽ ZXI എന്ന് പറയുന്ന വേരിയൻ്റാണ്. അത് 12,21,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ GST പ്രകാരം 90,000 രൂപ കുറഞ്ഞ് 11,31,000 രൂപ എന്നുള്ള രീതിക്ക് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, അപ്രോക്സിമേറ്റ്ലി 198 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുമാത്രമല്ല സ്പേഷ്യസ് ആണ്, കംഫർട്ടബിൾ ആണ്, നല്ല സീറ്റിംഗ് പൊസിഷനാണ്. മാരുതി സുസുക്കിയുടെ വാഹനമാണെങ്കിൽ പോലും ആ ഒരു ധാരണയിൽ ഈ ഒരു വാഹനത്തെ അപ്രോച്ച് ചെയ്യരുത്. നല്ല ഒരു ഫിനിഷുള്ള ഡാഷ്ബോർഡ്, പാനൽ ഗ്യാപ്സ് ഒക്കെ വളരെ കുറവാണ്, മികച്ച എഞ്ചിനാണ്, 1.5 ലിറ്ററാണ്, പെട്രോൾ എഞ്ചിനാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഓട്ടോമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 16 കിലോമീറ്ററൊക്കെ നമുക്ക് മൈലേജ് ലഭിക്കും. മാനുവൽ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു 15 മുകളിൽ മൈലേജ് ലഭിക്കുന്നതായിരിക്കും. മാനുവലിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഇല്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായിട്ടുള്ള ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ആ ഒരു ടൈപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. മികച്ച വാഹനമാണ്, സ്മാർട്ട് ഹാബിറ്റ് ഫീച്ചറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു നല്ല പെട്രോൾ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ബ്രസ എന്ന് പറയുന്ന വാഹനം നിങ്ങൾക്ക് 100% കൺസിഡർ ചെയ്യാവുന്ന വാഹനമാണ്. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.